മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരായ പെല്ലറ്റ് ആക്രമണത്തിലെ എഫ്ഐആറിൽ തുടർ നടപടികളുമായി ദില്ലി പോലീസ്. പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. രാഹുലിന്റെ സംവാദ പരിപാടി ഛാത്രോം കി ഗൂഞ്ച് ഇന്ന് പൂനെയിൽ നടക്കും. രാജസ്ഥാനിൽ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ CJPയുടെ തീരുമാനമുണ്ട്. ആദിൽ പാലോടുണ്ട് ഡൽഹിയിൽ നിന്നും. ആദിൽ പാലോട്, ഇന്നലെ രാഹുൽ ഗാന്ധിയും സംഘവും നടത്തിയ നീക്കം വിജയിച്ചു, എഫ്ഐആർ ഇട്ടു. ഇന്നിപ്പോൾ മൊഴിയെടുക്കാൻ പോകുന്നു. പ്രതിഷേധം ശക്തമാക്കാനാണോ CJPയുടെ തീരുമാനം? ദില്ലി പോലീസിന്റെ നീക്കം എന്താണ്? ഉറപ്പായും അരുൺകുമാർ, ദില്ലി പോലീസ് ഇന്ന് മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് സൂചന ലഭിക്കുന്നുണ്ട്. ഇനി അഥവാ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അവിടം കൊണ്ട് നിർത്തുകയാണെങ്കിൽ അതിശക്തമായ പ്രതിഷേധം തുടരും എന്നാണ് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി 8 മണിക്കൂർ നീണ്ട സമരത്തിനൊടുവിലാണ് FIR രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം ദില്ലി പോലീസ് എടുക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചു. പെല്ലറ്റ് ഏറ്റ ഒരു യുവാവുമായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും DCP ഓഫീസിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ആരാണ് ഉത്തരവാദി, പ്രതി ആരാണ് എന്ന് FIR-ൽ ഉണ്ടായിരുന്നില്ല. തിരിച്ചറിയാത്ത ആൾ എന്ന നിലയിലാണ് FIR എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ ഈ സമരം, ഈ പരാതിയും FIR-ഉം എല്ലാം നിയമ നടപടി എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിക്കുമോ എന്ന ചോദ്യമുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി വലിയ തോതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കടുത്ത പ്രതിഷേധം തുടർന്നും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനിടെയാണ് കൂടുതൽ പരാതികളുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നു എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കോൺഗ്രസിനെ കൂടുതൽ വിദ്യാർത്ഥികൾ സമീപിച്ചിരിക്കുകയാണ്. ദില്ലി പോലീസിന്റെ അതിക്രമത്തിന് ഇരയായ വിദ്യാർത്ഥികൾ കഴിഞ്ഞ മാസം 20-ാം തീയതി പാർലമെന്റ് മാർച്ച് നടത്തിയിരുന്നു CJP. അതിലുണ്ടായ പ്രതിഷേധങ്ങൾക്കിടെയാണ് പോലീസിന്റെ അതിക്രമം വന്നത്. ആ അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളും അപമാനിതരായ പെൺകുട്ടികളുമാണ് കോൺഗ്രസിനെ സമീപിച്ചിരിക്കുന്നത് എന്ന വിവരം ലഭിക്കുന്നു. കോൺഗ്രസിന്റെ ലീഗൽ ടീം ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നു. ആവശ്യമെങ്കിൽ അവരുടെ കൂടി പരാതികൾ പ്രത്യേകമായി FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോലീസിനെ സമീപിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പൂനെയിലാണ്. രാഹുൽ ഗാന്ധിയുടെ വലിയ വിജയമായിരുന്നു ഇന്നലത്തെ സമരവും പിന്നീട് FIR രജിസ്റ്റർ ചെയ്തതും. പൂനെയിൽ ഛാത്രോം കി ഗൂഞ്ച് പരിപാടി ഇന്ന് വിദ്യാർത്ഥിനികൾക്ക് മാത്രമായിട്ടുള്ള പരിപാടിയാണ്. അവിടെ വെച്ചും ചില പരാതികൾ സ്വീകരിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും സമരം തുടരുമെന്ന നിലപാട് പ്രഖ്യാപിക്കുന്നു. ദില്ലി പോലീസ് കേസിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന വിവരവും പുറത്തു വരുന്നു.